വിഴിഞ്ഞം തുറമുഖം MD സ്ഥാനത്ത് നിന്നും ദിവ്യ എസ് ഐയെ മാറ്റിയത് വിവാദമാക്കേണ്ടതില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ. ദിവ്യയെ മാറ്റിയത് ഡീലിന്റെ ഭാഗമാണെന്നും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണം തള്ളിയാണ് ശൈലജ ടീച്ചറുടെ പ്രതികരണം. ഒരു സർക്കാർ മാറുമ്പോൾ സ്ഥാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഏതെങ്കിലും തരത്തിൽ കരുതിക്കൂട്ടി സ്ഥാനം മാറ്റുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെയില്ല എങ്കിൽ അതിൽ വിവാദമുണ്ടാക്കേണ്ടതുണ്ടെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകണമെന്നും പദ്ധതി പൂർണ്ണമായും കോർപ്പറേറ്റുകളുടെ കള്ളിലേക്ക് പോകരുതെന്നും അവർ കൂട്ടിച്ചേർത്തു. പത്തനംതിട്ടയിൽ 13-കാരിയുടെ വ്യാജ പരാതിയിൽ കേസെടുത്ത കൂടൽ സ്റ്റേഷനിലെ SI ജെയ്മോനെ സ്ഥലം മാറ്റി. കസ്റ്റഡിയിലെടുത്തവരെ മർദ്ദിച്ചെന്ന പരാതിയിലാണ് നടപടി. കേസിൽ പോലീസിനെതിരെ കസ്റ്റഡിയിലെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കൾ രംഗത്തെത്തിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്തുവെന്നും കുട്ടികളോട് പോലീസ് അപമര്യാദയായി പെരുമാറിയെന്നും രക്ഷിതാക്കൾ ആരോപിച്ചിരുന്നു. ജൂലൈ 3-ാം തീയതി രാത്രി 8 മണിയോടെ SIയും സംഘവും പത്തനാപുരത്തുള്ള വാടക വീട്ടിൽ അതിക്രമിച്ചു കയറി കുട്ടിയെ അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷനിലെത്തിച്ച ശേഷം തനിക്ക് യാതൊരു അറിവുമില്ലാത്ത സംഭവത്തെക്കുറിച്ച് ക്രൂരമായി ചോദ്യം ചെയ്യലും മർദ്ദനവുമാണ് നേരിടേണ്ടി വന്നതെന്ന് യുവാവ് ആരോപിച്ചിരുന്നു. തിരുവനന്തപുരം വർക്കലയിൽ 19-കാരിയായ നവവധു ജീവനൊടുക്കി. റാത്തിക്കൽ സ്വദേശി നാസിയാണ് മരിച്ചത്. ഇന്നലെ വീട്ടിലെ കിടപ്പുമുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നാസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആദ്യം ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ എത്തിച്ച നാസിയെ അതീവ ഗുരുതരാവസ്ഥയിൽ ആയതിനാൽ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കിംസിൽ ചികിത്സയിലിരിക്കെ ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 10-നാണ് കൊല്ലം പരവൂർ സ്വദേശിയുമായി നാസിയുടെ വിവാഹം കഴിഞ്ഞത്. ഇയാൾ ഖത്തറിൽ ജോലി ചെയ്യുകയാണ്. ഈ മാസം 25-ന് ഭർത്താവ് നാട്ടിൽ വരാനിരിക്കെയാണ് നാസിയ ജീവൻ ഒടുക്കിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ DGPമാരുടെ സംയുക്ത യോഗം നാളെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു ചേർക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം ചേരുക. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്നതാണ് ലക്ഷ്യം. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരി കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി കണ്ടെത്താൻ കേരള പോലീസിന് സാധിക്കുമെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. സ്മാർട്ട് പട്രോളിംഗും സൈബർ നിരീക്ഷണവും സംയുക്തമായി നടപ്പിലാക്കാനുള്ള ആലോചനകളും നാളത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നും മന്ത്രി പറഞ്ഞു. എറണാകുളം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിൽ വീണ്ടും പാമ്പ്. രോഗികളും കൂട്ടിയിരിപ്പുകാരും ഏറെയുള്ള സ്ഥലത്താണ് പാമ്പ് പ്രവേശിച്ചത്. സർപ്പ റെസ്ക്യൂ ഫോഴ്സ് മൂവാറ്റുപുഴ ഏരിയ വോളണ്ടിയറും RRT അംഗവുമായ രജിൻ 2 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പിടികൂടാൻ സാധിച്ചത്. ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന് സമീപമുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ വെട്ടിപ്പൊളിച്ചാണ് പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ പാമ്പിനെ കോതമംഗലം RRTക്ക് കൈമാറുമെന്ന് റെസ്ക്യൂ ഫോഴ്സ് അറിയിച്ചു. 2 ആഴ്ച മുമ്പ് സമാനമായ രീതിയിൽ ഇവിടെ പാമ്പ് കയറിയപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു. തുടർന്ന് ഡെപ്യൂട്ടി DMO ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തി സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചിരുന്നതുമാണ്. എന്നാൽ ഈ പരിശോധനകൾ കഴിഞ്ഞിട്ടും വീണ്ടും രോഗികൾ കിടക്കുന്ന വാർഡുകൾക്ക് സമീപം പാമ്പ് എത്തിയത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണെന്ന് കാട്ടുന്നതെന്ന് കൂട്ടിയിരിപ്പുകാർ ആരോപിച്ചു. തിരുവനന്തപുരം തിരുവല്ലത്ത് വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. തൊടുപുഴ സ്വദേശി മൃദുല അന്ന ഉമ്മൻ, എറണാകുളം സ്വദേശി നവീൻ സിബി എന്നിവരാണ് മരിച്ചത്. തിരുവല്ല ടോൾ പ്ലാസയ്ക്ക് സമീപത്താണ് അപകടമുണ്ടായത്. മൃദുല അപകട സ്ഥലത്ത് വെച്ചും നവീനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴുമാണ് മരണം സംഭവിച്ചത്. നവീൻ ഗ്ലോബൽ IT കമ്പനിയിലെ ജീവനക്കാരനും മൃദുല കിൻഫ്രയിലെ ജീവനക്കാരിയുമാണ്.